എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദളവാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ദളവാപുരത്ത് പാലം കടന്ന് വന്നപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള അതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ഒരു പള്ളിയാണിത്. അത് കാണാൻ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ സെറ്റപ്പും കണ്ട് ഞാനിവിടെ ഇറങ്ങി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങ് അകലെയായിട്ടാണ് ദളവാപുരം പാലം കാണുന്നത്. ഇവിടെ താഴെ കായലാണ്. അടിപൊളി ഒരു കാഴ്ചയാണിത്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഈ വ്യൂ എല്ലാം നടന്ന് കാണാം. കുട്ടികളെല്ലാവരും ഇവിടെ വന്ന് ഓരോ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ടാണ് കൂടുതൽ കൂട്ടുകാരും ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ദളവാപുരം പാലം കടന്ന് പോകുന്നത്. പള്ളിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റോഡ് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. മാനിൻ്റെയൊക്കെ രൂപമുണ്ട്. ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ നല്ല ചെടിയെല്ലാം ക്രോപ്പ് ചെയ്തിങ്ങനെ വളർത്തി നിർത്തിയിരിക്കുന്നു. ഗംഭീരമായൊരു കാഴ്ചയാണ് കൂട്ടുകാരെ. യേശുദേവൻ്റെ കല്ലിൽ കൊത്തിയ രൂപങ്ങളാണ്. തടി പോലെ ഷേപ്പിലുള്ള രൂപമാണ്. മുകളിലായിട്ട് തെറ്റിപ്പൂവെല്ലാം വളർത്തിയിട്ടിരിക്കുന്നു. തെറ്റിപ്പൂവിൻ്റെ അങ്ങ് മുകളിലായിട്ട് കാണുന്നത് അല്ലാതെയുള്ള അനിമൽസിൻ്റെയൊക്കെ രൂപങ്ങളും എല്ലാം കൊത്തി വച്ചിട്ടുണ്ട്. നല്ല ഗാർഡനിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നു. കാണാൻ നമുക്ക് അത്യുജ്വലമായിട്ടുള്ള ഒരു വ്യൂ ആണ്. തെങ്ങിൻ തൈ നട്ടിരിക്കുന്നു. കണ്ടാ കൂട്ടുകാരെ, എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഈ ദളവാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കാണണം. അതിഗംഭീരമായിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ നിന്നല്ല ഞാനിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത്. പാലം അങ്ങ് ദൂരെയായിട്ടാണ് കാണുന്നത്. കുറേ കുട്ടികളെല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ രസിച്ചിരിക്കുന്നുണ്ട്. ഒരു പള്ളിയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. പള്ളി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റോഡിൻ്റെ വെളിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. തെറ്റിപ്പൂവാണ് കൂടുതലും കാണുന്നത് അതിനകത്തായിട്ട്. കായലാണ് താഴോട്ട്. നമുക്ക് ഈ കായലിൻ്റെ സൗന്ദര്യം ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം. പള്ളിയുടെ ബാക്കിലാണ് ഈ കായൽ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായലിലൂടെ യാത്ര ചെയ്താൽ കിട്ടുന്ന ഫീലാണ് ഇവിടെ നടന്നു പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് കൂട്ടുകാരെ. വണ്ടർഫുള്ളാണ്. എല്ലാവരും ദളവാപുരം പാലം കടന്ന് പോകുമ്പോൾ അതിൻ്റെ തൊട്ടിടത് ഭാഗത്തുള്ള പള്ളിയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ സൂപ്പർ വ്യൂ ആസ്വദിക്കണം. ഞാൻ ഇവിടെ നേരത്തെ ഒരു ബോട്ട് പോകുന്നത് കണ്ടായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് വീണ്ടും ബോട്ടുകൾ പോകുന്നുണ്ട്. കണ്ട എല്ലാ കൂട്ടുകാരും കണ്ടല്ലേ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ ഇരിക്കുകയാണ്. കണ്ട പള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും അധികം സൂപ്പറായിട്ടുള്ളത് കൂട്ടുകാരെ. ഞാൻ ഈ കായലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണ് കൂട്ടുകാരെ. ഇതുവഴി പാസ് ചെയ്ത് പോയതാണ്. കണ്ട കായലാണ്. ഇവിടെ ഒരു വള്ളം കെട്ടിയിട്ടിരിക്കുന്നു. ദൂരോട്ടുള്ള വ്യൂ ആണ് അത്യുഗ്രൻ. ഈ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം എല്ലാവരും. കൊല്ലം വഴി പോകുമ്പോൾ ദളവാപുരം പാലം കടന്ന് പോകണം. താഴോട്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഈ വ്യൂ എല്ലാം ആസ്വദിക്കണം കൂട്ടുകാരെ. പള്ളിയാണ് ഏറ്റവും സൂപ്പർ. പള്ളിക്കകത്ത് ഞാൻ കയറിയിട്ടില്ല. അതിൻ്റെ കായലിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് പള്ളി നമുക്ക് കാണാം. ഇതിൻ്റെ നിർമ്മിതി അതിഗംഭീരമാണ് കൂട്ടുകാരെ. അങ്ങ് ദൂരെയായിട്ട് ബോട്ടും എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നും എല്ലാം വീഡിയോ എടുക്കാനുള്ള സൗകര്യവും ഉണ്ട്.
സൂപ്പറാണ്. ഞാൻ എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഞാനിവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. ഒറ്റയ്ക്കല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ഓക്കെ, ഞാൻ എൻ്റെ യാത്ര തുടരുന്നു.